ചൈനയിലും മറ്റ് വിദേശ രാജ്യത്തും ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് മോദിയുടെ പെരുമാറ്റം. അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലെത്തി കഴിയുമ്പോൾ മോങ്ങലോട് മോങ്ങലാണ്. ഇതാ ഇതുപോലെ. ചൈനയിൽ നിന്ന് ഊളം ചിരിയും ചിരിച്ച് തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ബീഹാറിലെ ആളുകളുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് മോദി. ബീഹാറിൽ നേരിട്ട് എന്ന് കരയാൻ പറ്റാത്തതിനാൽ ഡൽഹിയിലിരുന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് മോദിയുടെ മോങ്ങി നാടകം നടത്തുന്നത്. ഈ വീഡിയോയിൽ മോദിയുടെയും കൂട്ടരുടെയും യഥാർത്ഥ സംസ്കാരം തുറന്നു കാണിക്കുന്ന വളരെയേറെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. അതുകൊണ്ട് മുഴുവനും കണ്ടില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പഞ്ചാബിൽ വലിയ വെള്ളപ്പൊക്കം മൂലം വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ചൈനയിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് ഊളം ചിരിയിരിച്ച് തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലെ ജനങ്ങളുടെ മുന്നിൽ വലിയ മോങ്ങൽ നാടകവുമായാണ് മോദി എത്തിയത്. ബീഹാറിൽ നടക്കുന്ന ഏതോ പരിപാടിയെ ഡൽഹിയിലിരുന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയാണ് മോദി. ഇവിടെ അരമണിക്കൂർ നേരം മോദി ചെലവഴിച്ചത് പൊട്ടിക്കരഞ്ഞ് അതുവഴി എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഈ മോങ്ങൽ നാടകം കണ്ടുകൊള്ളൂ. ആദ്യം തന്റെ അമ്മയെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. കോൺഗ്രസ് आरजेडी के मन से गाली, भद्दी गाली केवल मेरी मां को नहीं दी गई है, ये भद्दी भद्दी गाली करोड़ों माताओं बहनों को दी गई है। साथियों, एक गरीब मां की तपस्या, उसके बेटे की पीड़ा, ये शाही खानदानों में पैदा हुए युवराज नहीं समझ सकते। ये नामदार लोग तो सोने चांदी का चम्मच लेकर पैदा हुए। കോൺഗ്രസ് ആർജെഡി വേദിയിൽ വെച്ച് അപമാനിച്ചത് എന്റെ അമ്മയെ മാത്രമല്ല, ഈ വൃത്തികെട്ട അപമാനകരമായ വാക്കുകൾ കോടിക്കണക്കിന് ഇന്ത്യയിലെ അമ്മമാർക്കാണ് നൽകിയത്. ഒരു പാവപ്പെട്ട അമ്മയുടെ പ്രയത്നം, അവരുടെ മകന്റെ മനോവേദന ഈ രാജകുടുംബത്തിൽ ജനിച്ച യുവരാജാവിന് മനസ്സിലാവുകയില്ല. ഈ പേരുള്ള ആളുകൾ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവരാണ്. आप सब जानते हैं, अब मेरी मां का शरीर तो इस दुनिया में नहीं है। कुछ समय पहले 100 साल की उम्र पूरी करके वो हम सबको छोड़ के चली गई। मेरी उस मां को, जिसका राजनीति से कोई लेना देना नहीं, जिसका शरीर भी अब नहीं है, मेरी उस मां को आरजेडी कांग्रेस के मंच से भद्दी भद्दी गालियां दी गई। माताएं बहनें, मैं देख रहा हूं आपके चेहरे, आपको भी कितना दर्द हुआ हो। मैं देख रहा हूं कुछ माताओं के आंख में आंसू मुझे नजर आ रहे हैं। ये बहुत ही दुख देने वाला है, कष्ट देने वाला है, पीड़ा देने वाला है। നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ അമ്മയുടെ ശരീരം ഇപ്പോൾ ഈ ലോകത്തിൽ ഇല്ല എന്ന്. കുറച്ച് നാളുകൾക്ക് മുൻപ് 100 വർഷം പൂർത്തിയാക്കി അവർ നമ്മളെ എല്ലാവരെയും ഉപേക്ഷിച്ച് കടന്നുപോയി. എന്റെ ആ അമ്മയെ, രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവരെ, അവരുടെ ശരീരം പോലും ഇപ്പോഴില്ല. എന്റെ ആ അമ്മയെക്കുറിച്ച് ആർജെഡിയും കോൺഗ്രസിന്റെയും വേദിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അപമാനകരമായ വാക്കുകൾ ഉപയോഗിച്ചു. അമ്മ പങ്ങന്മാരെ, ഞാൻ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് പോലും എത്ര വേദനയുണ്ടായി കാണും. ചില അമ്മമാരുടെ കണ്ണുകളിൽ കണ്ണുനീര് പൊടിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ്, വളരെ സങ്കടകരമായ കാര്യമാണ്, വളരെ പീഡ തരുന്ന കാര്യമാണ്. പിന്നീട് മോങ്ങിക്കൊണ്ട് പറയുന്നത് എന്റെ അമ്മ വളരെയേറെ ദാരിദ്ര്യം സഹിച്ച് രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി എന്നെ അയച്ചു എന്നാണ്. വളരെ ചെറുപ്പത്തിലെ അമ്മയെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് RSSന്റെ പ്രവർത്തനവുമായി ഇറങ്ങിയ മോദിയാണ് ഇങ്ങനെ മോങ്ങുന്നത്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലാണ് ജീവിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ വാസ്തവം എന്താണ്? ഇവിടെ മോദിയുടെ തന്നെ ചില വാക്കുകൾ കേട്ടുകൊള്ളൂ. 40 साल मैंने भिक्षा मांग करके खाया है। मैं लोगों के घर में भिक्षा मांग करके खाता था। ആദ്യം പറയുന്നത് 40 വർഷം ഞാൻ ഭിക്ഷയെടുത്താണ് ജീവിച്ചത് എന്നാണ്. 35 साल तक भिक्षा मांग करके खाया हूँ।
പിന്നീട് ഒരിക്കൽ പറഞ്ഞപ്പോൾ അത് 35 വർഷം ഭിക്ഷയെടുത്തത് എന്നായി മാറി. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ പറഞ്ഞത് എന്താണെന്ന് കേൾക്കണ്ടേ? जब मैं पीएम भी नहीं था, सीएम भी नहीं था, नेता भी नहीं था, जब मैं किसी पद पर नहीं था, उससे पहले भी मैं अमेरिका के करीब करीब 29 स्टेट्स में दौरा कर चुका था. ഞാൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ നേതാവോ പോലും അല്ലാതിരുന്ന കാലത്ത്, ഞാൻ ഒരു പദവിയിലും ഇല്ലാത്ത സമയത്ത്, അതിനു മുൻപ് അമേരിക്കയിലെ 29 സ്റ്റേറ്റുകളിൽ ഞാൻ സഞ്ചരിച്ചതാണ്. എങ്ങനെയുണ്ട്? ഭിക്ഷയെടുത്ത് 40 വർഷം ജീവിച്ചു. പിന്നീട് അത് 35 അതിനുശേഷം അമേരിക്കയിൽ ചെന്നപ്പോൾ പറഞ്ഞത് തനിക്ക് യാതൊരു പദവിയും ഇല്ലാതിരുന്നപ്പോൾ, നേതാവ് പോലും അല്ലാതിരുന്നപ്പോൾ അമേരിക്കയിലെ 29 സ്റ്റേറ്റുകൾ താൻ കറങ്ങിയെന്ന്. അപ്പോൾ എത്ര പാവപ്പെട്ടവനായിരുന്നു മോദി എന്ന് ഊഹിക്കാമല്ലോ. എത്ര കഷ്ടപ്പെട്ടാണ് ഇതുപോലൊരു ജന്മത്തെ ആ അമ്മ വളർത്തിയത് എന്ന് വ്യക്തമാണല്ലോ. ഇനി തന്നെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടുകൊള്ളൂ. माताएं बहनें, आप भी सुना होगा कि मुझे भी इन्होंने कैसी कैसी गालियां नहीं दी. ये लिस्ट बहुत बड़ी लंबी है और उनका कोई बड़ा नेता भी ये गालियां देने में बाकी नहीं रहा है. कभी ये मुझे नीच कहते हैं, गंदी नाली का कीड़ा कहते हैं, जहर वाला सांप बोलते हैं. आपने तो अभी सुना होगा, यहां बिहार चुनाव में भी मुझे तू तड़ाक करके गाली देकर इनकी नामदार वाली सोच बार बार उजागर हो रही. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കേട്ടു കാണും, എനിക്കും എത്തരത്തിലുള്ള അപമാനമാണ് ഇവർ നൽകിയത് എന്ന്. വളരെ നീണ്ട ലിസ്റ്റാണ് ഇത്. അവരുടെ ഒരൊറ്റ വലിയ നേതാവ് പോലും എന്നെ അപമാനിക്കാത്തതായി ഇല്ല. ചില സമയത്ത് എന്നെ നീചൻ എന്ന് വിളിക്കുന്നു, ദുർഗന്ധം വമിക്കുന്ന ഓടയിലെ പുഴു എന്ന് വിളിക്കുന്നു, കൊടിയ വിഷമുള്ള പാമ്പ് എന്ന് വിളിച്ചു. ഇപ്പോൾ നിങ്ങൾ കേട്ടു കാണും, ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കൂടി എന്നെ തൂത്തട എന്ന് പറഞ്ഞ് വിളിച്ചത്, അപമാനകരമായ വാക്കുകൾ ഉപയോഗിച്ച്. ഈ പറയുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന മോദി തന്റെ വായിൽ കിടക്കുന്ന വൃത്തികെട്ട നാവുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിളിക്കാത്ത ഏത് പേരാണ് ഉള്ളത്? കഴിവും വിവരവും ഇല്ലാത്തതിന്റെ അപകർഷതാബോധം കൊണ്ട് പ്രതിപക്ഷത്തിന്റെ എല്ലാ നേതാക്കളെയും എത്രയെത്ര തെറിയാണ് ഈ പറയുന്ന മാന്യൻ വിളിച്ചിട്ടുള്ളത്. സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയുടെ അമ്മയെ ജേഴ്സി പശു എന്ന് വിളിച്ചത് ഈ മോങ്ങുന്ന മാന്യനാണ്. ये रुपये कौन कौन विधवा थी जो लेती थी? ये कांग्रेस की कौन सी विधवा थी? അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ കോൺഗ്രസിന്റെ വിധവ എന്ന് വിളിച്ച് അപമാനിച്ചു. भाइयों बहनों बता दीजिए, इस देश में कभी किसी ने 50 करोड़ की गर्लफ्रेंड देखी है? ശശി തരൂരിന്റെ ഭാര്യയെ 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് വിളിച്ചു. രേണുക ചൗധരിയെ ശൂർപ്പണക എന്ന് വിളിച്ചു. दीदी, आदरणीय दीदी, ओ दीदी. മമതാ ബാനർജിയെ വിളിച്ചത് ദീദി ഓ ദീദി എന്നാണ്. अरे राहुल बाबा, आप तो क्या, आपकी नानी भी ऊपर से वापिस आ जाए, इस सीए को नहीं हटा सकती. അമിത്ഷാ തന്റെ വിഷം വമിക്കുന്ന നാവുകൾ കൊണ്ട് രാഹുൽ ഗാന്ധിയോട് പറയുന്നത്, അരേ രാഹുൽ ബാബ, നീയല്ല നിന്റെ വല്യമ്മ മുകളിൽ നിന്ന് വന്നാലും CIA മാറ്റാൻ കഴിയുകയില്ല. ഇതൊക്കെ പോകട്ടെ, ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യത്തെ മുസ്ലിങ്ങളെ വിളിക്കാത്ത പേര് എന്താണ്? നുഴഞ്ഞു കയറ്റക്കാർ, നിങ്ങളുടെ പെൺകുട്ടികളെ തട്ടിയെടുക്കുന്നവർ, നിങ്ങളുടെ താലിമാല തട്ടിയെടുക്കുന്നവർ, നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കുന്നവർ, നിങ്ങളുടെ എരുമയെ തട്ടിയെടുക്കുന്നവർ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നീചമായ വാക്കുകളാണ് രാജ്യത്തെ പൗരന്മാരായ മുസ്ലിങ്ങളെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഈ ദേഹം വിളിച്ചത്. ഇയാളുടെ അനുയായികൾ, പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാർ ദിനം പ്രതി വിളിച്ചു പറയുന്ന വൃത്തികെട്ട തെറികൾക്ക് യാതൊരു പരിധിയുമില്ല. ഈ മോങ്ങൽ മോദിയുടെ പാർട്ടിയുടെ ദേശീയ വക്താവ് പ്രേം ശുക്ല ലൈവായി ടിവിയിൽ കോൺഗ്രസിന്റെ സുരേന്ദ്ര രാജ്പുത്തിനോട് പറഞ്ഞത് ഈ വേശ്യയുടെ മകനെ എവിടുന്ന് കിട്ടി എന്നാണ്. അത്ര നീചമായ വാക്കുകളാണ് ആ പരമ ഡാഷ് ഉപയോഗിച്ചത്. अपनी माँ जो है, इसकी माँ का चरित्र, इसको उस पर विश्वास नहीं है. तुम जानते हो, तेरा बाप जानता है, तेरी माँ रंडी है, तुम्हारा खानदान. नहीं, मैं इस बहुत ही घटिया तरह की भाषा का इस्तेमाल हो रहा है. इसके बाप को इसको पता नहीं होगा. ഇവിടെ അയാൾ പറയുന്നത് സ്വന്തം അമ്മയുടെ ചരിത്രം എന്താണെന്ന് സുരേന്ദ്ര രാജ്പുത്തിന് അറിയില്ല. നിന്റെ അമ്മ വേശ്യയാണ്. അപ്പോൾ ഇത് കേട്ട ഗോദി മീഡിയ ആങ്കർ തന്നെ പറയുകയാണ്, ഇത്ര നീചമായ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നോ എന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, നിന്റെ അമ്മ വേശ്യയാണ്, നിന്റെ അമ്മ വേശ്യയാണ് എന്ന് പറഞ്ഞ്. സുരേന്ദ്ര രാജ്പുത് ഇത് കാണിച്ച് മോദിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു.
എന്നിട്ട് യാതൊരു നടപടിയും എടുത്തില്ല. കാരണം മോദിയുടെ പോലെ തന്നെയുള്ള വാക്കുകളാണ് മോദിയുടെ വക്താക്കളുടെ വായിൽ നിന്നും വരുന്നത്. മോങ്ങൽ മോദിയുടെ ഈ മോങ്ങൽ നാടകത്തിന് വർണ്ണപ്പകിട്ടേകുന്നതിനു വേണ്ടി അവിടെ കരയാനായി ഏതാനും പേരെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. മോദിയുടെ ഈ വാക്കുകൾ കേട്ട് കണ്ണീർ തുടച്ച് ഏങ്ങലടിക്കുന്ന ഒരു സ്ത്രീയെയും ബീഹാറിലെ BJPയുടെ പ്രസിഡന്റ് ദിലീപ് ജയ്സ്വാളിനെയും കണ്ടല്ലോ. ഈ കണ്ണുനീർ അടക്കാൻ പാടുപെടുന്ന ബീഹാറിലെ BJP പ്രസിഡന്റ് പറയുന്ന നീചമായ വാക്കുകൾക്ക് യാതൊരു പരിധിയും ഇല്ലാത്തതാണ്. മോദിയെയും അമ്മയെയും അപമാനിച്ചു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയല്ല, തേജസ്വി യാദവ് അല്ല, കോൺഗ്രസിന്റെയോ RJDയുടെയോ ഒരു നേതാവോ പ്രവർത്തകനോ അല്ല. പരിപാടി കഴിഞ്ഞ് ഇവരെല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വേദിയിൽ കയറി വന്ന ഏതോ ഒരാളാണ് ഈ നാടകം നടത്തുന്നത്. അതും ഏതോ ഒരു ടെമ്പോ ഡ്രൈവറാണ് ഈ നാടകം നടത്തിയത്. അത് BJPയുടെ ആളാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകളും പുറത്തുവിടുന്നുമുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതുപോലെ വൃത്തികെട്ട വാക്കുകൾ പറയുന്ന മോദിക്കെതിരെ ഇതുവരെ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? ഇത് വ്യക്തമാക്കിക്കൊണ്ട് ന്യൂസ് 24 പറയുന്നത് കേട്ടുകൊള്ളൂ. सोनिया गांधी को जर्सी गाय किसने कहा? कांग्रेस की विधवा किसने कहा? चुनावी रैली से 50 करोड़ की गर्लफ्रेंड की बात किसने कही? क्या ये गाली नहीं है? क्या उस वक्त कांग्रेस पार्टी लाठी डंडे लेकर बीजेपी के दफ्तर पहुंच गई थी? संवैधानिक पद पर बैठा शख्स जब ऐसी भाषा का इस्तेमाल करे तो सब चुप, और एक पिकअप ड्राइवर अपने मुंह से गाली निकाल जाए तो लाठी डंडे चलने लगे. इसे क्या कहेंगे? സോണിയാഗാന്ധിയെ ജേഴ്സി പശു എന്ന് വിളിച്ചത് ആരാണ്? കോൺഗ്രസിന്റെ വിധവ എന്ന് വിളിച്ചത് ആരാണ്? തെരഞ്ഞെടുപ്പ് റാലിയിൽ 50 കോടിയുടെ ഗേൾഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞത് ആരാണ്? ഇത് അപമാനകരമായ വാക്കുകൾ അല്ലേ? ആ സമയത്ത് കോൺഗ്രസ് കുറുവടിയും വടിവാളുമായി BJPയുടെ ഓഫീസിൽ ആക്രമിക്കാൻ ചെന്നിരുന്നോ? ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി ഇത്തരത്തിലുള്ള നീചമായ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരു പിക്കപ്പ് ഡ്രൈവർ എന്തെങ്കിലും പറഞ്ഞതിന് കുറുവടികളുമായി വടിവാളുകളുമായി ആക്രമണം നടത്തി. ഇതിന് എന്താണ് പറയുന്നത്? അതുപോലെ മോദി പണ്ട് ഇത് പറഞ്ഞതും ഇവർ കേൾപ്പിക്കുകയാണ്. सबसे पहले तो आप वो बयान सुनिए. भाइयों बहनों बता दीजिए, इस देश में कभी किसी ने 50 करोड़ की गर्लफ्रेंड देखी है? 50 करोड़ की गर्लफ्रेंड ये गरीब देश में कांग्रेस ने ऐसी सरकार चलाई कि जो बेटी पैदा नहीं हुई, जिस बेटी का जन्म नहीं हुआ, वो कांग्रेस सरकारों के कागज पे वो बेटी की विधवा भी हो गई और बेटी के विधवा पेंशन भी मिलना शुरू हो गया. ये रुपये कौन कौन विधवा थी जो लेती थी? ये कांग्रेस की कौन सी विधवा थी जिसके खाते में रुपया जाता था? ഇവിടെ ഗൗരവ് ഭാട്ടിയ എന്ന നീചനായ വൃത്തികെട്ട BJPയുടെ ദേശീയ വക്താവ് ചാനലിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ വക്താവ് രാഗിനി നായിക്കിനെ വിളിക്കുന്നത് കേട്ടുകൊള്ളൂ. മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്ന ചിത്ര ത്രിപാഠി എന്ന് പറയുന്ന ആങ്കർക്ക് പോലും അത് സഹിക്കാനായില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ തുടർച്ചയായി ആങ്കർ ഇടപെട്ടിട്ടും രാഗിനി നായിക്കിനെ താടക ശൂർപ്പണക എന്ന് വിളിക്കുകയാണ്. മോദിയും സംഘികളും വെറും സംസ്കാരമില്ലാത്ത, വിവേകമില്ലാത്ത, യാതൊരു അന്തസ്സുമില്ലാത്ത ആളുകളാണ് എന്ന് ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുമല്ലോ. ഇവന്റെയൊക്കെ സംസ്കാരം എന്താണ് എന്ന് വ്യക്തമാകുമല്ലോ. അപ്പോഴാണ് പഞ്ചാബ് പ്രളയത്തിൽ വലയുന്ന സമയത്ത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ബീഹാറിലെ സംഘികളെ അഭിസംബോധന ചെയ്ത് വലിയ കരച്ചിൽ നാടകം നടത്തുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ നാണംകെട്ട കളി ഇനി ഇന്ത്യക്കാരുടെ ഇടയിൽ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. അതും ഈ തരംതാണ നാടകം കളിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് ഓർക്കണം. വോട്ടിന് വേണ്ടി എന്ത് നാടകവും ചെയ്യാൻ, എന്ത് വൃത്തികെട്ട കളിയും ചെയ്യാൻ സ്വന്തം അമ്മയെ പോലും ഉപയോഗിക്കാൻ മടിക്കാത്ത ആളാണ് മോങ്ങൽ മോദി. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളോ ഇതുപോലെ വൃത്തികെട്ട വാക്കുകൾ പറയുകയോ ഇതുപോലെ നാടകം കളിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, കാണുകയുമില്ല. കാരണം അവർ തന്തയ്ക്ക് പിറന്നവരാണ്, തറവാട്ടിൽ ജനിച്ചവരാണ്. ഇവിടെ തറവാട് എന്ന് ഞാൻ പറയുമ്പോൾ ധനവാന്മാർ എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് സംസ്കാരമുള്ള ആളുകളുടെ സംസ്കാരമുള്ള മക്കൾ എന്ന് മാത്രമാണ്. അതായത് നമ്മളെ പോലെയുള്ള അന്തസ്സുള്ള, വിവേകമുള്ള ആളുകൾ. രാജ്യത്തിന്റെ വലിയ ഗതികേടാണ് ഇതുപോലെ ഒരു തരംതാണ വ്യക്തിയെ പ്രധാനമന്ത്രിയായി കൊണ്ട് നടക്കേണ്ടി വരുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?